നാഗശ്വിൻ സംവിധാനം ചെയ്യുന്ന സയൻസ് ഫിക്ഷൻ ചിത്രമായ കൽക്കി 2898 AD സമീപകാലത്തെ എല്ലാ ബോക്സ് ഓഫീസ് റെക്കോർഡുകളും തകർക്കുകയാണ്. ആദ്യ 4 ദിവസം പിന്നിടുമ്പോൾ 555 കോടിയാണ് ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും കൽക്കി വാരിക്കൂട്ടിയത്. ഇപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവൻ പുരാണത്തിലെ കൽക്കി അവതാരത്തെപ്പറ്റി തിരയുകയാണ്. യഥാർത്ഥത്തിൽ ആരാണ് കൽക്കി? ലോകം കാത്തിരിക്കുന്ന ഇനിയും കരുതപ്പെടുന്ന മഹാവിഷ്ണുവിന്റെ 10ാമത്തെ അവതാരമാണ് കൽക്കി. ലോകം തിന്മകളാൽ മലിനമാക്കപ്പെട്ടപ്പോഴെല്ലാം പല രൂപങ്ങളിൽ വിഷ്ണു അവതരിച്ചിട്ടുണ്ട്. ദുഷ്ടശക്തികളിൽ നിന്നും മനുഷ്യരാശിയെ രക്ഷിച്ച് ലോകത്ത് സമാധാനം പുനഃസ്ഥാപിക്കുക എന്നതായിരുന്നു ഓരോ അവതാരത്തിന്റെയും ലക്ഷ്യം. ഇതേ ലക്ഷ്യവുമായി അവസാനം കൽക്കി വന്നെത്തും എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. പക്ഷേ അത് എന്നാണെന്ന് ആർക്കും അറിയില്ല. കൽക്കി ഈ ലോകത്ത് അവതരിച്ചു കഴിഞ്ഞു എന്നും അദൃശ്യ രൂപത്തിലും മനുഷ്യരൂപത്തിലോ നമുക്കിടയിൽ ഉണ്ടെന്നും പലരും വിശ്വസിക്കപ്പെടുന്നു. സത്യയുഗത്തിന്റെ തുടക്കത്തിലാണ് കൽക്കി അവതരിക്കുന്നു എന്നാണ് ഭാഗവതത്തിൽ പറയുന്നത്. കലിയുഗത്തിൽ തിന്മയാൽ ലോകം അശുദ്ധമാകുമ്പോൾ മനുഷ്യരാശിയെ രക്ഷിക്കാനും പുതിയ സത്യത്തിന്റെ തുടക്കമിടാനും മനുഷ്യരൂപത്തിൽ കൽക്കി ഭഗവാൻ അവതരിക്കുമെന്നാണ് വിശ്വാസം. ഹിന്ദുമത വിശ്വാസമനുസരിച്ച് പ്രധാനമായും 4 യുഗങ്ങളാണുള്ളത്: സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. വിശ്വാസമനുസരിച്ച് ഇപ്പോൾ ലോകത്ത് കലിയുഗമാണ്. കൽക്കിയുടെ അവതാരം സംബന്ധിച്ച് വിവിധ പുരാണങ്ങളിൽ പല രീതിയിലുള്ള പ്രവചനങ്ങൾ ആണ് കാണുന്നത്. ചില ഗ്രന്ഥങ്ങളിൽ ഒരു അദൃശ്യ ശക്തിയായി കൽക്കി തിന്മകൾക്കെതിരെ പോരാടുമെന്ന് പറയുന്നു. എന്നാൽ മറ്റു ചിലതിൽ കൽക്കി മനുഷ്യരൂപത്തിൽ തന്നെ അവതരിക്കുമെന്നാണ് പറയുന്നത്. ഒരു സേനയുടെ തലവനായിരിക്കും കൽക്കി എന്നും അങ്ങനെ അധർമ്മത്തിനെതിരെ പോരാടുമെന്നും പരാമർശമുണ്ട്. ദേവദത്തൻ എന്ന കുതിരയുടെ പുറത്ത് കയ്യിൽ വാളേന്തി മുന്നേറുന്ന കൽക്കി രൂപമാണ് പൊതുവെ പുരാണങ്ങളിൽ ഉള്ളത്. കൽക്കിയെ പൂജിക്കുന്ന നിരവധി ക്ഷേത്രങ്ങളുമുണ്ട്. കൽക്കിയെ ആരാധിച്ചാൽ ആരോഗ്യവും സമ്പത്തും ഐശ്വര്യവും കൈവരും എന്നാണ് വിശ്വാസം. എല്ലാ ദുരിതങ്ങളും ദുഷ്ടശക്തികളുടെ ആക്രമണവും ഒഴിയാൻ കൽക്കി ആരാധന സഹായിക്കുമെന്നും കരുതപ്പെടുന്നു. You are watching India's first NGO television, Malanadu TV India.